ഗുഡ് ഈവനിങ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷൻ ബൈ ഗാന്ധിജി. ഗാന്ധിജിയുടെ എഡ്യൂക്കേഷൻ ഫിലോസഫിയെ കുറിച്ചിട്ടാണ്. അപ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗാന്ധിജി മീൻ ചെയ്യുന്നത് എന്താ? ബൈ എഡ്യൂക്കേഷൻ ഐ മീൻ ഓൾറൗണ്ട് ഡ്രോയിങ് ഔട്ട് ഓഫ് ദ ബെസ്റ്റ് ഇൻ ചൈൽഡ് ആൻഡ് മെൻ, ബോഡി, മൈൻഡ് ആൻഡ് സ്പിരിറ്റ്. അപ്പോൾ ഈ ഒരു ഡെഫിനിഷൻ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഗാന്ധിജി എഡ്യൂക്കേഷൻ കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഗാന്ധിജി എഡ്യൂക്കേഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താ പറയുന്നത്? ഓൾറൗണ്ട് ഡ്രോയിങ് ഔട്ടാണ്. അപ്പോൾ ഓൾറൗണ്ട് ഡ്രോയിങ് ഔട്ട് എന്ന് പറയുമ്പോൾ എന്താ, ഒരു കുട്ടിയുടെ എല്ലാ ആസ്പെക്റ്റിലുള്ള എന്താ പറയുക ഡെവലപ്മെൻറ്റിനെയാണ് എന്ത് പറയുന്നത് ഗാന്ധിജി എഡ്യൂക്കേഷൻ എന്നുള്ളത് കൊണ്ട് ആരർത്ഥമാക്കുന്നത്? ഗാന്ധിജി അർത്ഥമാക്കുന്നത്. അപ്പം ഓൾറൗണ്ട് ഡ്രോയിങ് ഔട്ട് ഓഫ് ദ ബെസ്റ്റ്, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യത്തെ ചൈൽഡ് ആൻഡ് മെൻ, മനുഷ്യരിൽ കുട്ടികൾ, ബോഡി, മൈൻഡ് ആൻഡ് സ്പിരിറ്റ്. അപ്പോൾ ബോഡി, മൈൻഡ് ആൻഡ് സ്പിരിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നമ്മളെ ഓൾ ആസ്പെക്റ്റ്, അതായത് സൈക്കോമോട്ടോ ഡൊമൈൻ, കൊഗ്നിറ്റീവ് ഡൊമൈൻ ആൻഡ് അഫക്റ്റീവ് ഡൊമൈൻ, ഈ 3 ഡൊമൈനിലുള്ള വികസനമാണ് ഗാന്ധിജി എന്ത് ചെയ്യുന്നത്? എഡ്യൂക്കേഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. പിന്നെ എന്താ പറഞ്ഞത്? ട്രൂ എഡ്യൂക്കേഷൻ ഈസ് ദാറ്റ് വിച്ച് ഡ്രോസ് ഔട്ട് ആൻഡ് സ്റ്റിമുലേറ്റ് ദ സ്പിരിച്വൽ, ദ ഇൻ്റലക്ച്വൽ ആൻഡ് ഫിസിക്കൽ ഫാക്കൽറ്റീസ് ഓഫ് ദ ചിൽഡ്രൻ. ഫിസിക്കൽ ഫാക്കൽറ്റീസ്, അതുപോലെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള സ്പിരിച്വൽ ആയിട്ടുള്ള ഡെവലപ്മെൻ്റ് ആണ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്? എഡ്യൂക്കേഷൻ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ദെൻ ഗാന്ധിജി ഹാഡ് പെയ്ഡ് എ ഹയസ്റ്റ് ഇമ്പോർട്ടൻസ് ടു ക്യാരക്ടർ ഫോർമേഷന് എന്ത് ചെയ്യുന്നുണ്ട്? ഗാന്ധിജി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ക്യാരക്ടർ ഫോർമേഷൻ ആര് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്? ഗാന്ധിജി. ബിക്കോസ് അക്കോർഡിംഗ് ടു ഹിം, അത് കാരണം എന്താ പറഞ്ഞാൽ, അക്കോർഡിംഗ് ടു ഹിം, അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ എഡ്യൂക്കേഷൻ വിത്തൗട്ട് ക്യാരക്ടർ അവൈൽ നത്തിങ് ഇഫ് ദേ ഡു നോട്ട് കൾട്ടിവേറ്റ് പ്യൂരിറ്റി ഓഫ് ഹാർട്ട്. ക്യാരക്ടർ ഫോർമേഷൻ ഇല്ലാത്ത എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഏതുപോലെയാണ്? അവൈൽ പോലെയാണെന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്? ഗാന്ധിജി പറഞ്ഞിട്ടുള്ളത്. ഗാന്ധിസ് ഫിലോസഫി ഓഫ് ലൈഫ് ഹാസ് ഡീപ്പ് സ്പിരിച്വൽ ബേസിസ്. ഗാന്ധിജിയുടെ ഫിലോസഫി ഓഫ് ലൈഫ്, അദ്ദേഹത്തിൻ്റെ ലൈഫ് ഫിലോസഫി എന്ന് പറയുന്നത് എന്തിൽ റൂട്ടഡ് ആണ്? സ്പിരിച്വൽ ബേസിസ് ആണ്, സ്പിരിച്വാലിറ്റിയിൽ റൂട്ടഡ് ആയിട്ടുള്ളതാണ് എന്ത്? ഗാന്ധിജിയുടെ ഫിലോസഫി ഓഫ് ലൈഫ് എന്ന് പറയുന്നത് എന്തിലാണ് റൂട്ടഡ് ആയിട്ടുള്ളത്? സ്പിരിച്വാലിറ്റിയിലാണ്. ബേസിസ് ആൻഡ് 2 പില്ലേഴ്സ് ഓഫ് ഹിസ് തോട്ട്സ് വർ ഒബ്വിയസ്ലി സത്യ ആൻഡ് അഹിംസ, അതായത് ട്രൂത്ത് ആൻഡ് നോൺ വയലൻസ്. അദ്ദേഹത്തിൻ്റെ ഫിലോസഫിയുടെ ഏറ്റവും എസൻസ് എന്ന് പറയുന്നത് ഈ 2 കാര്യങ്ങളാണ്, ട്രൂത്ത് ആൻഡ് നോൺ വയലൻസ് എന്നുള്ളത്. ദെൻ നെക്സ്റ്റ്, റിയലൈസേഷൻ ഓഫ് ട്രൂത്ത്. ഗാന്ധിജിയുടെ ഒരു എന്താണ് എഡ്യൂക്കേഷണൽ എയിം ആണ് എന്തെന്ന് പറയുന്നത്? റിയലൈസേഷൻ ഓഫ് ട്രൂത്ത് എന്ന് പറയുന്നത്, ട്രൂത്തിൻ്റെ റിയലൈസേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ റിയലൈസേഷൻ ഓഫ് ട്രൂത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എ ഡിവോട്ട് വർഷിപ്പ് ഓഫ് ട്രൂത്ത്. ഗാന്ധിജി ഫേംലി ബിലീവ്ഡ് ദാറ്റ് നോ റിലീജിയൻ ഈസ് പോസിബിൾ വിത്തൗട്ട് ട്രൂത്ത്. ഗാന്ധിജി സ്ട്രോങ്ലി ബിലീവ്സ്, അദ്ദേഹം സ്ട്രോങ് ആയിട്ട് ബിലീവ് ചെയ്യുന്നത് എന്താണ്? റിലീജിയൻ ഈസ് പോസിബിൾ, നോ റിലീജിയൻ ഈസ് പോസിബിൾ വിത്തൗട്ട് ട്രൂത്ത്. ട്രൂത്ത് ഇല്ലാണ്ട് ഒരു റിലീജിയനും പോസിബിൾ അല്ല. ഇൻ ഹിസ് വ്യൂസ് ഗോഡ് ഈസ് അബ്സല്യൂട്ട് ട്രൂത്ത്. ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ അബ്സല്യൂട്ട് ട്രൂത്ത് എന്ന് പറയുന്നത് ആരാണ്? ഗോഡാണ് അബ്സല്യൂട്ട് ട്രൂത്ത് എന്ന് പറയുന്നത്. ഹി സെഡ് ഐ ഹാവ് നോ ഗോഡ് ടു സെർവ് ബട്ട് ട്രൂത്ത്. അദ്ദേഹം പറഞ്ഞ എന്താ? എനിക്കൊരു ഗോഡും ഇല്ല സെർവ് ചെയ്യാൻ, പക്ഷേ എന്തിനു മാത്രമേ ഞാൻ സെർവ് ചെയ്യുന്നുള്ളൂ? ട്രൂത്ത് മാത്രമാണ് ഞാൻ സെർവ് ചെയ്യുന്നതെന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്? ഗാന്ധിജി പറഞ്ഞിട്ടുള്ളത്. ദെൻ നോൺ വയലൻസ് അഥവാ അഹിംസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നോൺ വയലൻസ് അല്ലെങ്കിൽ അഹിംസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അഹിംസ ഈസ് ദ only way Gandhiji suggested that he can lead us the ultimate destination of life. നമ്മളെ അൾട്ടിമേറ്റ് ഡെസ്റ്റിനേഷൻ ഓഫ് ലൈഫിലേക്ക് നമ്മളെ നയിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്ത് മാത്രമാണ്? അഹിംസയാണ്. സത്യ ആൻഡ് അഹിംസ ആർ ദ 2 sides ഓഫ് ദ സെയിം കോയിൻ. അദ്ദേഹം പറഞ്ഞത് സത്യവും അഹിംസയും എന്ന് പറയുന്നത് ഒരു കോയിൻ്റെ സെയിം 2 sides ആണ്. സെയിം കോയിൻ്റെ, ഒരേ കോയിൻ്റെ 2 വശങ്ങളാണ് എന്തെന്ന് പറയുന്നത്? സത്യവും അഹിംസയും എന്ന് പറയുന്നത്. പിന്നെ അദ്ദേഹം പറഞ്ഞ എന്താ? റിയലൈസേഷൻ ഓഫ് ഗോഡാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ റിയലൈസേഷൻ ഓഫ് ഗോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? റിയലൈസേഷൻ ഓഫ് ഗോഡ്, അദ്ദേഹം ബിലീവ് ചെയ്യുന്നത് എന്താ? ഏക ഈശ്വരവാദം അല്ലെങ്കിൽ ഏകദൈവ വിശ്വാസമാണ് ഗാന്ധിജി ബിലീവ് ചെയ്യുന്നത്. ദർ ഈസ് ഓൺലി വൺ ഗോഡ് ആൻഡ് തോട്ട് ദാറ്റ് ഓൺലി ത്രൂ ദ മീഡിയം ഓഫ് ഗോഡ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ട്രൂത്ത്, ലവ്, ലൈഫ് ആൻഡ് നോളജ് ഈസ് പോസിബിൾ. ഗോഡ്, ദൈവത്തിലൂടെ മാത്രമാണ് എന്ത് സാധ്യമാവുന്നത്? ട്രൂത്തിൻ്റെ മാനിഫെസ്റ്റേഷൻ, സ്നേഹം, ലൈഫ്, അറിവൊക്കെ പോസിബിൾ ആവില്ല ആരതിലൂടെ മാത്രമേ? ദൈവത്തിലൂടെ മാത്രമാണ് പോസിബിൾ ആവില്ലെന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്? ഗാന്ധിജി പറഞ്ഞിട്ടുള്ളത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു കൺസെപ്റ്റ് ആയിരുന്നു സർവോദയ സൊസൈറ്റി എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു ഗാന്ധിജി,
കംപ്ലീഷൻ ഓഫ് ലൈഫ് ഈസ് അറ്റൈൻഡ് ത്രൂ ഫുൾഫിൽമെൻറ്റ് ഓഫ് സോൾ. അദ്ദേഹം പറയുന്നത് എന്താണ്? സർവോദയ സൊസൈറ്റി എന്ന് പറയുന്നത് ലൈഫിൻ്റെ കംപ്ലീഷൻ ഓഫ് ലൈഫ് അറ്റൈൻ ചെയ്യുന്ന ഏതിലാണ്? സോളിൻ്റെ ഫുൾഫിൽമെൻറ്റിലൂടെയാണ്. ആൻഡ് ഫോർ ദിസ് പർപ്പസ് ഫേവറബിൾ സൊസൈറ്റി ഈസ് നീഡ്. അതിനെന്താവശ്യമുണ്ട്? ഒരു ഫേവറബിൾ സൊസൈറ്റി ആവശ്യമുണ്ട്. വാട്ട് ഈസ് തോട്ട് ദ സ്പിരിച്വൽ സൊസൈറ്റി? ഇറ്റ് ഈസ് ഓൺലി ഫൗണ്ടേഷൻ ഓഫ് ഫ്രീഡം. ആ ഒരു സൊസൈറ്റി എന്താണ്? ഫ്രീഡത്തിൽ അധിഷ്ഠിതമായതാണ്, അതുപോലെ ജസ്റ്റിസിൽ അധിഷ്ഠിതമായതാണ്. ഈക്വാലിറ്റി, ലവ്, പീസ് ആൻഡ് നോൺ വയലൻസ്. ഒരു സൊസൈറ്റിയിൽ ഫ്രീഡം, അഹിംസ, ജസ്റ്റിസ്, ഈക്വാലിറ്റി, ലവ്, പീസ് ആൻഡ് നോൺ വയലൻസ്, ഇതൊക്കെയുള്ള ഒരു സൊസൈറ്റിയാണ് അദ്ദേഹം എന്ത് പറഞ്ഞുള്ളത്? സർവോദയ സൊസൈറ്റി എന്ന് പറഞ്ഞുള്ളത്. ഗാന്ധിയൻ ഫിലോസഫി ഈസ് എ ഫൈൻ ബ്ലൈൻഡിങ് ഓഫ് ജ്ഞാൻ ആൻഡ് കർമ്മ. ഗാന്ധിയുടെ ഫിലോസഫിയിൽ എന്തൊക്കെ നമുക്ക് കാണാൻ പറ്റും? ജ്ഞാനത്തിനെയും കർമ്മയെയും ബ്ലെൻഡ് ചെയ്തിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഫിലോസഫി എന്ന് പറഞ്ഞത്. നോളജ് ആൻഡ് വർക്ക്, അതായത് നോളജിനെയും വർക്കിനെയും. ഈ സെഡ് ബൈ എഡ്യൂക്കേഷൻ ഐ മീൻ ഓൾ റൗണ്ട് ഡ്രോയിങ് ഔട്ട് ഓഫ് ദ ബെസ്റ്റ് ഇൻ ദ ചൈൽഡ് മാൻ ബോഡീസ് ആൻഡ് മൈൻഡ്, ബോഡി, മൈൻഡ് ആൻഡ് സ്പിരിറ്റ്. മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ദ ഗാന്ധിയൻ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ. ഗാന്ധിജിയുടെ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷനിലെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നത്? എഡ്യൂക്കേഷൻ ഫോർ സോഷ്യൽ ജസ്റ്റിസ്. എഡ്യൂക്കേഷൻ എന്തിനാവണം? സോഷ്യൽ ഓർഡർ, അതേപോലെ ജസ്റ്റ് സോഷ്യൽ ഓർഡർ അല്ലെങ്കിൽ സോഷ്യൽ ജസ്റ്റിസിനുള്ളതാണ് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ ത്രൂ ക്രാഫ്റ്റ് ആൻഡ് മാനുവൽ വർക്ക്. എഡ്യൂക്കേഷൻ എങ്ങനെയാവണം? ക്രാഫ്റ്റ്, അതായത് വൊക്കേഷണലൈസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ വേണം. അതുപോലെ എഡ്യൂക്കേഷൻ ത്രൂ മദർ ടങ്ക്. എഡ്യൂക്കേഷൻ എങ്ങനെ കൊടുക്കണം? മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഈസ് മദർ ടങ്ക്. സെൽഫ് സഫിഷ്യൻ്റ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം. എഡ്യൂക്കേഷൻ റിലേറ്റഡ് ലൈഫ് ആക്ടിവിറ്റീസ് ആൻഡ് എക്സ്പീരിയൻസ്. എഡ്യൂക്കേഷൻ എന്താവണം? ചൈൽഡ് സെൻറ്റേർഡ്, എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആവണം എഡ്യൂക്കേഷൻ എന്നുള്ളത് പറഞ്ഞത്. അതുപോലെ എഡ്യൂക്കേഷൻ എങ്ങനെയാവണം? ഡിഗ്നിറ്റി ഓഫ് ലേബറുമായി ഡിഗ്നിറ്റി ചെയ്ത കോറിലേഷൻ വിത്ത് സ്റ്റുഡൻസ് ലൈഫ്. സ്റ്റുഡൻസിൻ്റെ ലൈഫുമായി കോറിലേറ്റഡ് ആയിട്ടുള്ളതാവണം എന്ത്? എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് സ്റ്റുഡൻസിൻ്റെ ലൈഫുമായി കോറിലേറ്റഡ് ആവണം. അതുപോലെ റിലീജിയസ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം. സ്പിരിച്വൽ ട്രെയിനിങ്, എഡ്യൂക്കേഷനിലൂടെ സ്പിരിച്വൽ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണം. ചിൽഡ്രൻ, ഫ്രീഡം ടു ചിൽഡ്രന് ഫ്രീഡം കൊടുക്കണം, ബട്ട് അണ്ടർ ഡിസിപ്ലിൻ. പക്ഷേ ആ ഫ്രീഡം എന്തിലും അധിഷ്ഠിതമായതാവണം? ഡിസിപ്ലിനിൽ അധിഷ്ഠിതമായതാവണം. അതുപോലെ എഡ്യൂക്കേഷൻ്റെ എയിം എന്ന് പറയുന്നത് ക്യാരക്ടർ ഫോർമേഷൻ ആവണം. മാസ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം. വുമൺ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം. എല്ലാവർക്കും എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം. ദർ ഈസ് നോ ഡിസ്ക്രിമിനേഷൻ ബേസ് ഇമ്പാർട്ടിങ് ദ എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ ഇമ്പാർട്ട് ചെയ്യുന്നതിൽ എന്തുണ്ടാവരുത്? ഒരു ഡിസ്ക്രിമിനേഷനും ആവരുത്. ബേസ്ഡ് ഓൺ കാസ്റ്റ്, ക്രീഡ് ആൻഡ് റിലീജിയൻ. റിലീജിയൻസിൻ്റെ ബേസിൽ, കാസ്റ്റിൻ്റെ ബേസിൽ, ക്രീഡിൻ്റെ ബേസിൽ ആൻഡ് ജെൻഡർ. എനി ഡിസ്ക്രിമിനേഷൻ, വിത്തൗട്ട് എനി ഡിസ്ക്രിമിനേഷൻ പ്രൊവൈഡ് എഡ്യൂക്കേഷൻ ഫോർ ഓൾ. എഡ്യൂക്കേഷൻ എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്, അതാണ് മാസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൈറ്റിങ്സുകളാണ് മൈ എക്സ്പെരിമെൻറ്റ് വിത്ത് ട്രൂത്ത്, ബേസിക് എഡ്യൂക്കേഷൻ, ടുവാർഡ്സ് നീഡ് എഡ്യൂക്കേഷൻ, ട്രൂ എഡ്യൂക്കേഷൻ ടു ദ സ്റ്റുഡൻസ്, ടാസ്ക് ബിഫോർ ഇന്ത്യൻ സ്റ്റുഡൻസ്, ഇന്ത്യ ഓഫ് മൈ ഡ്രീംസ്, മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ, ടാസ്ക് ഫോഴ്സ് ഇന്ത്യ, ഹരിജൻ, എ പേപ്പർ ഫൗണ്ടഡ് ബൈ ഹിം. അദ്ദേഹം സ്ഥാപിച്ച പേപ്പറാണ് എന്ത്? ഹരിജൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷണൽ റൈറ്റിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഇവിടെ നിങ്ങൾ എന്തായിട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കുകളാണ് മൈ എക്സ്പെരിമെൻറ്റ് വിത്ത് ട്രൂത്ത്. മൈ എക്സ്പെരിമെൻറ്റ് വിത്ത് ട്രൂത്ത് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിയാണ്. ദെൻ ബേസിക് എഡ്യൂക്കേഷൻ, ടുവാർഡ്സ് നീഡ് എഡ്യൂക്കേഷൻ, ട്രൂ എഡ്യൂക്കേഷൻ ടു ദ സ്റ്റുഡൻസ്, ടാസ്ക് ബിഫോർ ഇന്ത്യൻ സ്റ്റുഡൻസ്, ഇന്ത്യ ഓഫ് മൈ ഡ്രീംസ്, മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ, ടാസ്ക് ഫോഴ്സ് ഇന്ത്യ, ഹരിജൻ ഈസ് എ പേപ്പർ ഫൗണ്ടഡ് ബൈ ഹിം. എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ. അതിൻ്റെ എയിംസ് ഓഫ് എഡ്യൂക്കേഷനിൽ ഒന്ന് പറയുന്നത് എന്താ? ഫിസിക്കൽ ഡെവലപ്മെൻ്റ് ആണ്. അക്കോർഡിംഗ് ടു ഗാന്ധിജി, ഫിസിക്കൽ ഹാൻഡിക്രാഫ്റ്റ്, ഡ്രോയിങ് ആൻഡ് മ്യൂസിക് ഷുഡ് ഗോ ഇൻ ഹാൻഡ്. ഫിസിക്കൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസാണ്, അതുപോലെ ഹാൻഡിക്രാഫ്റ്റ്, ഡ്രോയിങ്, മ്യൂസിക്കൊക്കെ ഒന്നിച്ച് ചേർന്ന് വേണം പോവാൻ. ഇൻ ഓർഡർ ടു ഡ്രോ ദ ബെസ്റ്റ് ഔട്ട് ഓഫ് ദ ബോയ്സ് ആൻഡ് ഗേൾസ് ആൻഡ് ക്രിയേറ്റ് ഇൻ ദം റിയൽ ഇൻട്രസ്റ്റ് ഇൻ ദർ ട്യൂഷൻ. അവർക്കുള്ള എഡ്യൂക്കേഷനിൽ, ട്യൂഷനിൽ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷനിൽ അവരുടെ ബെസ്റ്റ് ഔട്ട് ഓഫ് ഡ്രോയിങ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്? ഫിസിക്കൽ ആക്ടിവിറ്റീസാണ്, ഹാൻഡിക്രാഫ്റ്റുകൾ, ഡ്രോയിങ്, മ്യൂസിക്കൊക്കെ ഒന്നിച്ച് വേണം കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. He firmly believes that the true education of mind and heart can come through proper exercise of the body organs. അദ്ദേഹം പറയുന്നത് ട്രൂ എഡ്യൂക്കേഷൻ ഓൺലിയുടെ മാത്രമേ സാധ്യമുള്ളൂ. എങ്ങനെ? ബോഡി ഓർഗൻസിൻ്റെ പ്രോപ്പർ എക്സസൈസിലൂടെ. അതുകൊണ്ടാണ് അദ്ദേഹം ഫിസിക്കൽ ആക്ടിവിറ്റീസാണ് എന്ത് ചെയ്തത്? അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷൻ്റെ എയിമായിട്ട് മാറ്റിയിട്ടുള്ളത്. ദെൻ മെൻ്റൽ ആൻഡ് ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ്.
ഗാന്ധിജി എന്ത് ചെയ്തിട്ടുണ്ട്, ഫിസിക്കൽ ഡെവലപ്മെൻറ്റിന് പുറമെ മെൻ്റൽ ആൻഡ് സോൾ ഡെവലപ്മെൻറ്റ് ഈസ് ബീയിങ് മസ്റ്റ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് മെൻ്റൽ ഡെവലപ്മെൻറ്റും ഉണ്ടാവണം, അതുപോലെ സ്പിരിച്വൽ ഡെവലപ്മെൻറ്റും ഉണ്ടാവണം. ഈ സെഡ് ദാറ്റ് ആസ് എ മദർ മിൽക്ക് ഈസ് നെസസറി ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ബോഡി. ഒരു മദറിൻ്റെ മിൽക്ക് എങ്ങനെയാണോ ഡെവലപ്മെൻറ്റിന് ബോഡി ഡെവലപ്മെൻറ്റിന് നെസസറി ആവുന്നത്, അതേപോലെ എഡ്യൂക്കേഷൻ ഈസ് നെസസറി ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് മെൻ്റൽ ഡെവലപ്മെൻറ്റ്. മെൻ്റൽ ഡെവലപ്മെൻറ്റ് ഏറ്റവും നെസസറി ആയിട്ടുള്ള കാര്യമാണ് എന്തെന്ന് പറയുന്നത്, എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഹാർട്ട് ഡെവലപ്മെൻറ്റ് നെക്സ്റ്റ് അദ്ദേഹം പറഞ്ഞാണ് ഹാർട്ടിൻ്റെ ഡെവലപ്മെൻറ്റ്. അദ്ദേഹം പറയുന്നത് എന്താണ്, ഗാന്ധി ഫെൽറ്റ് മോർ അർജൻസി ഓഫ് ദ ട്രെയിനിങ് ഓഫ് ദ ഹാർട്ട് ദാൻ ദ ട്രെയിനിങ് ഓഫ് മൈൻഡ്. ഹാർട്ടിൻ്റെ ട്രെയിനിങ്ങിനാണ് ഗാന്ധിജി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് മൈൻഡിനേക്കാളും. ഇൻ ഹിസ് ഒപ്പീനിയൻ കൾച്ചർ ഓഫ് ദ മൈൻഡ് മസ്റ്റ് ബി സബ്സർവിയൻറ്റ് ടു ദ കൾച്ചർ ഓഫ് ദ ഹാർട്ട്. ഹാർട്ടിൻ്റെ മൈൻഡിൻ്റെ കൾച്ചർ എന്ന് പറയുന്നത് സബ്സീവിയൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്തിൻ്റെ കൾച്ചറിനെ അപേക്ഷിച്ചിട്ട്, ഹാർട്ടിൻ്റെ കൾച്ചറിനെ അപേക്ഷിച്ചിട്ട്. വിത്തൗട്ട് എഡ്യൂക്കേഷൻ ഓഫ് ദ ഹാർട്ട് ദർ ഇസ് നോ ക്യാരക്ടർ അല്ലെങ്കിൽ നോ കൾച്ചർ. ഒരു ഹാർട്ടിന് എഡ്യൂക്കേഷൻ കൊടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യില്ല, നമ്മൾ എഡ്യൂക്കേഷൻ അവൈലാണ് അല്ലെങ്കിൽ വാലിഡ് ആയിട്ടുള്ളതല്ല എന്നാണ് പറയുന്നത്. ദെൻ ഇൻഡിവിജ്വൽ ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ്. ഹരിജനിൽ അദ്ദേഹം 1939 മെയ് 27 അദ്ദേഹം എഴുതി എന്തോ, ഐ വാല്യൂ ഇൻഡിവിജ്വൽ ഫ്രീഡം ബട്ട് യു മസ്റ്റ് നോട്ട് ഫോർഗെറ്റ് ദാറ്റ്. ഞാൻ വാല്യൂ ചെയ്യുന്ന ഇൻഡിവിജ്വൽ ഫ്രീഡത്തിനാണ്, പക്ഷേ നിങ്ങളിത് മറന്നു പോരുന്നത് മാൻ ഈസ് എസെൻഷ്യലി എ സോഷ്യൽ ബീയിങ്. മനുഷ്യൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു സോഷ്യൽ ബീയിങ് ആണ്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഹി ഹാസ് റൈസൺ ടു ഹീസ് പ്രസൻറ്റ് സ്റ്റാറ്റസ് ബൈ ലേണിംഗ് ടു അഡ്ജസ്റ്റ് ഈസ് ഇൻഡിവിജ്വാലിസം ടു ദ റിക്വയർമെൻറ്റ് ഓഫ് സോഷ്യൽ പ്രോഗ്രസ്. അതുകൊണ്ട് മനുഷ്യൻ എന്ത് ചെയ്യണം, അദ്ദേഹത്തിന് ഇൻഡിവിജ്വാലിസത്തിന് അഡ്ജസ്റ്റ് ചെയ്യണം എന്ത് വെച്ചിട്ട്, സോഷ്യൽ പ്രോഗ്രസ്സിന് വേണ്ടിയിട്ട്. അൺറെസ്ട്രിക്റ്റഡ് ഇൻഡിവിജ്വലിസം ഈസ് ദ ലോ ഓഫ് ലാസ്റ്റ് ഓഫ് ദ ജൂൺ. അതെന്താ പറഞ്ഞത്, നമ്മളെ സൊസൈറ്റീനെ മാനിച്ചിട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്, നമ്മളെ ഇൻഡിവിജ്വൽ ഫ്രീഡത്തെ എന്ത് ചെയ്യേണ്ടതുണ്ട്, അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുണ്ടെന്നാണ് ഗാന്ധിജി പറഞ്ഞത്. ഇനി ഗാന്ധിജിയുടെ വേറൊരു എയിമായിരുന്നു കൾച്ചറൽ എയിം എന്ന് പറയുന്നത്. അത് പറഞ്ഞാൽ എന്താ, ഗാന്ധിജി കൺസിഡേർഡ് ദാറ്റ് കൾച്ചറൽ ആസ്പെക്ട് ഓഫ് എഡ്യൂക്കേഷൻ ആസ് മോർ എസെൻഷ്യൽ ദാൻ ഇറ്റ്സ് അക്കാഡമിക് ആസ്പെക്ട്. കൾച്ചറൽ ആസ്പെക്റ്റിനാണ് അക്കാഡമിക് ആസ്പെക്റ്റിനേക്കാളും കൂടുതൽ പ്രാധാന്യം ആര് കൊടുത്തിട്ടുണ്ടായിരുന്നത്, ഗാന്ധിജി കൊടുത്തിട്ടുണ്ട്. കൾച്ചർ ഈസ് ദ മെയിൻ ഫൗണ്ടേഷൻ ആൻഡ് എസെൻഷ്യൽ സ്പിരിറ്റ് ഓഫ് എഡ്യൂക്കേഷൻ. കൾച്ചറാണ് ഒരു എഡ്യൂക്കേഷൻ്റെ എസെൻഷ്യൽ സ്പിരിറ്റ് എന്നാണ് ആര് പറയുന്നത്, ഗാന്ധിജി പറയുന്നത്. ദെൻ ക്യാരക്ടർ ഓർ മോറൽ എയിം. ഗാന്ധിജി വാണ്ട് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ക്യാരക്ടർ ബൈ എഡ്യൂക്കേഷൻ. ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട് എന്താ, ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് ഇല്ലാത്ത എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ അവൈലാണെന്ന്. അപ്പോൾ അക്കോർഡിംഗ് ടു ഗാന്ധിജി ഐ ഹാവ് ഓൾവേസ് ഗിവൻ ടു പൊസിഷൻ ടു കൾച്ചർ. ഞാൻ എന്തിന് സ്ഥാനം കൊടുത്തിട്ടുണ്ട്, കൾച്ചറിന് കൊടുത്തിട്ടുണ്ട്. ടു ഹാർട്ട് ആൻഡ് ക്യാരക്ടർ, അതുപോലെ ഹാർട്ടിന് കൊടുത്തിട്ടുണ്ട്, ക്യാരക്ടറിന് കൊടുത്തിട്ടുണ്ട്. ഡെവലപ്മെൻറ്റ് ഇൻ ദ പ്രോസസ് ഓഫ് എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിൽ എന്നിട്ടേക്ക് ഡെവലപ്മെൻറ്റിന് ഗാന്ധിജി ഇമ്പോർട്ടൻറ്റ് കൊടുത്തത്, ഹാർട്ടിൻ്റെ, അതുപോലെ ക്യാരക്ടറിൻ്റെ, ദെൻ കൾച്ചറിൻ്റെ. ഐ കൺസിഡർ ക്യാരക്ടർ ബിൽഡിംഗ് ഈസ് ദ മെയിൻ ആൻഡ് എസെൻഷ്യൽ ബേസ് ഓഫ് എഡ്യൂക്കേഷണൽ ഡെവലപ്മെൻറ്റ്. എഡ്യൂക്കേഷണൽ ഡെവലപ്മെൻറ്റിൽ ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണ്, ക്യാരക്ടർ ഫോർമേഷൻ ആണെന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്, ഗാന്ധിജി പറഞ്ഞിട്ടുള്ളത്. ദെൻ വൊക്കേഷണൽ എയിം എഡ്യൂക്കേഷൻ ഫോർ സെൽഫ് റിലയൻസ് ഷുഡ് ബി എ ജോബ് ഓറിയൻറ്റഡ്. എഡ്യൂക്കേഷൻ എന്താവണമെന്നാണ് പറഞ്ഞത്, ജോബ് ഓറിയൻറ്റഡ് എഡ്യൂക്കേഷൻ, അതായത് വൊക്കേഷണലൈസ്ഡ് എഡ്യൂക്കേഷൻ ആവണമെന്നാണ് പറയുന്നത്. ദേ വാണ്ട് ഓൾ മെൻ ടു മേക്ക് സെൽഫ് സപ്പോർട്ടിങ് സോ ദേ ഫോഴ്സസ് ഇൻ ദ ഫേവർ ഓഫ് ക്രാഫ്റ്റ് സെൻറ്റേർഡ് എഡ്യൂക്കേഷൻ. അതുകൊണ്ടാണ് അദ്ദേഹം എന്ത് പറയുന്നത്, ക്രാഫ്റ്റ് സെൻറ്റേർഡ് എഡ്യൂക്കേഷന് പ്രാധാന്യം കൊടുത്തിരുന്നത്. ഇനി ഗാന്ധിജിയുടെ എഡ്യൂക്കേഷൻ പ്രിൻസിപ്പിൾസിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾസ് ആണ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ. ഗാന്ധിജി പറഞ്ഞാൽ എന്താ, ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ, ഫ്രീ ആയിട്ടുള്ള കമ്പൽസറി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം 7 years മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്. എഡ്യൂക്കേഷൻ ഓഫ് ഈച്ച് ഷുഡ് ബി കമ്പൽസറി ആൻഡ് ഫ്രീ ആൻഡ് യൂണിവേഴ്സൽ. എഡ്യൂക്കേഷൻ എന്താവണം, കമ്പൽസറി ആവണം, ഫ്രീ ആവണം, യൂണിവേഴ്സൽ എഡ്യൂക്കേഷൻ ആവണം, വിതൗട്ട് എനി ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ എനി മാർജിനലൈസ്ഡ് ഫാക്ടേഴ്സ്. 8 ഫാക്ടറുടെ ബേസിലും എന്ത് ചെയ്യാൻ പാടില്ല, ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവരുത്. ദെൻ പറഞ്ഞാൽ എന്താ, എഡ്യൂക്കേഷൻ ഷുഡ് ബി ആക്ടിവിറ്റി ആൻഡ് ക്രാഫ്റ്റ് സെൻറ്റേർഡ്. എഡ്യൂക്കേഷൻ എന്താവണം, ക്രാഫ്റ്റ് സെൻറ്റേർഡ്, ആക്ടിവിറ്റി സെൻറ്റേർഡ് ആവണം. ഇറ്റ് ഷുഡ് ബി പ്രൊഡക്റ്റീവ്, മാനുവൽ ആൻഡ് ഷുഡ് സെൻറ്റേർഡ് റൗണ്ട് സം ക്രാഫ്റ്റ്. എങ്ങനെ റൗണ്ട് ചെയ്യണം, ക്രാഫ്റ്റ് ഐറ്റംസിൽ റൗണ്ട് ചെയ്യണം. ദ ഹോൾ എഡ്യൂക്കേഷൻ ടു ബി ഇമ്പാർട്ടഡ് ത്രൂ മദർ ടങ്. എല്ലാ എഡ്യൂക്കേഷനും ഏതിലൂടെ കൊടുക്കണം, മദർ ടങ്ങിലൂടെ കൊടുക്കണം. ഓൾ റൗണ്ട് ഡെവലപ്മെൻറ്റ് ഈസ്
റിയലൈസബിൾ ത്രൂ ആക്ഷൻ ആൻഡ് ആക്ടിവിറ്റി ഓറിയൻറ്റഡ്. ഓൾറൗണ്ട് ഡെവലപ്മെൻറ്റ് നമുക്ക് ഏതിലൂടെ മാത്രമേ സാധിക്കുള്ളൂ? ആക്ടിവിറ്റി എഡ്യൂക്കേഷനിലൂടെ. അതുപോലെ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണ് അദ്ദേഹം പ്രൊവൈഡ് ചെയ്തത്. എഡ്യൂക്കേഷൻ ഷുഡ് ബി സെൽഫ് സപ്പോർട്ടിങ്. എഡ്യൂക്കേഷൻ എന്തിനുള്ളതാവണം? സെൽഫ് സപ്പോർട്ടിങ്ങിനുള്ളതാവണം ആൻഡ് സെൽഫ് സഫിഷ്യൻറ്റിനുള്ളതാവണം. ഗാന്ധിജി വാസ് ഫുള്ളി അവെയർ ഓഫ് ദ ഫിനാൻഷ്യൽ കണ്ടീഷൻ ഓഫ് അവർ പീപ്പിൾ. പക്ഷെ ഗാന്ധിജിക്ക് എന്തറിയായിരുന്നു? നമ്മളെ രാജ്യത്തിന് ഫിനാൻഷ്യൽ കണ്ടീഷൻ അറിയുന്നു. അതുകൊണ്ട് എഡ്യൂക്കേഷൻ എന്താവണം? സെൽഫ് സഫിഷ്യൻ്റ് ആവണം എന്ന് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ ഈ ഫണ്ട് ലേണിംഗ് ബൈ ഏണിംഗ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ആയിരുന്നു ഗാന്ധിജിക്ക് ഉണ്ടായിരുന്നത്. കാരണം എന്താ? ക്രാഫ്റ്റ് സെൻറ്റേർഡ് ആണ്. അപ്പോൾ ഈ ക്രാഫ്റ്റുകൾ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം? അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ സെല്ല് ചെയ്യാൻ പറ്റണം. ഗാന്ധിജി ഹാഡ് ഫേം കൺവിക്ഷൻ ഇൻ നോൺ വയലൻസിൽ ഗാന്ധിജിക്ക് എന്താണ്? നല്ലൊരു കൺവെൻഷൻ ഉണ്ടായിരുന്നു. എഡ്യൂക്കേഷൻ ഷുഡ് ബി ബേസ്ഡ് ഓൺ നോൺ വയലൻസ്. എഡ്യൂക്കേഷൻ എന്തിനെ ബേസ് ചെയ്തിട്ടാവണം? നോൺ വയലൻസിനെ ബേസ് ചെയ്തിട്ടാവണം. സൊസൈറ്റിയുടെ പൊളിറ്റിക്സ്, എക്കണോമിക് ആൻഡ് എഡ്യൂക്കേഷൻ ഇത് മൂന്നും കോറിലേറ്റഡ് ആയിട്ടുള്ളതാവണം. മസ്റ്റ് സ്റ്റാൻഡ് ഓൺ നോൺ വയലൻസ്, ട്രൂത്ത് ആൻഡ് ജസ്റ്റിസ്. എഡ്യൂക്കേഷൻ എന്തിനു വേണ്ടി സ്റ്റാൻഡ് ചെയ്യണം? നോൺ വയലൻസിന്, ട്രൂത്തിന് ആൻഡ് ജസ്റ്റിസിന്. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ദ ഐഡിയൽ സിറ്റിസൺഷിപ്പ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് ബേസിക് എഡ്യൂക്കേഷൻ. ബേസിക് എഡ്യൂക്കേഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കീമായിരുന്നു എന്തെന്ന് പറഞ്ഞത് ഐഡിയൽ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത്. സ്പിരിറ്റ് ഓഫ് സിറ്റിസൺഷിപ്പ് ഫില്ലഡ് ഇൻ ദ ചൈൽഡ്. എഡ്യൂക്കേഷൻ ഷുഡ് ബി ക്ലോസ്ലി റിലേറ്റഡ് ടു ലൈഫ്. എഡ്യൂക്കേഷൻ എന്തുമായി റിലേറ്റ് ചെയ്യണം? ലൈഫുമായി റിലേറ്റ് ചെയ്യണം. അതുപോലെ ബേസിക് എഡ്യൂക്കേഷൻ എവറിത്തിങ് ഈസ് ടു ബി ടോട്ട് പ്രിൻസിപ്പിൾസ് ഓഫ് കോറിലേഷൻ. ബേസിക് എഡ്യൂക്കേഷനിലെല്ലാം തമ്മിൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഒന്നുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണെന്നുള്ള കുട്ടികളെ പഠിപ്പിക്കണം. ബേസിക് എഡ്യൂക്കേഷൻ ഈസ് ബേസ്ഡ് ഓൺ ഫിസിയോളജിക്കൽ, സൈക്കോളജിക്കൽ, സോഷ്യോളജിക്കൽ ഫാക്ടർ. സോഷ്യൽ ആസ്പെക്റ്റ് വേണം, മെൻ്റൽ ആസ്പെക്റ്റ് വേണം, അതുപോലെ ഫിസിയോളജിക്കൽ ഫാക്ടേഴ്സ് വേണം. എ സ്കീം ബേസ്ഡ് ഓൺ സച്ച് ഫൗണ്ടേഷൻ ഈസ് സെർട്ടൻലി പ്രോഗ്രസീവ് ആൻഡ് ഡൈനാമിക്. അതുകൊണ്ട് എന്താണ്? ഒരു പ്രോഗ്രസീവ് ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷനാണ് ഗാന്ധിജി ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. ഇറ്റ് എംഫസൈസ് ഓൺ കോപ്പറേഷൻ ആസ് എഗെയിൻസ്റ്റ് കോമ്പറ്റീഷൻ. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആയിരുന്നു. കോമ്പറ്റേറ്റീവ് എഡ്യൂക്കേഷന് പകരം കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആയിരുന്നു ഗാന്ധിജി ഇമ്പോർട്ടൻ്റ് കൊടുത്തിരുന്നത്. ദ സ്പിരിറ്റ് ഓഫ് കോപ്പറേഷൻ ഈസ് ഡെവലപ്മെൻറ്റ് ത്രൂ കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസ്. ഈ കോപ്പറേഷൻ എന്ന് പറഞ്ഞ സ്പിരിറ്റ് ഏതിലൂടെ ഉണ്ടാവുള്ളൂ? കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസിലൂടെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് അത് എന്ത് കൊടുത്തത്? ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള, ലൈഫ് സെൻറ്റേർഡ് ആയിട്ടുള്ള, ക്രാഫ്റ്റ് സെൻറ്റേർഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എഡ്യൂക്കേഷൻ ആൻഡ് ക്യാരക്ടർ. ഗാന്ധിജി സെഡ്, വാട്ട് ഈസ് എഡ്യൂക്കേഷൻ വിത്തൗട്ട് ക്യാരക്ടർ ആൻഡ് വാട്ട് ഈസ് ക്യാരക്ടർ വിത്തൗട്ട് എലമെൻ്ററി പ്യൂരിറ്റി. എഡ്യൂക്കേഷൻ ക്യാരക്ടർ ഇല്ലാണ്ട് എന്താണോ ക്യാരക്ടർ ഇല്ലാണ്ട് ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു എലമെൻ്ററി പ്യൂരിറ്റി ഇല്ലാതിരിക്കുമ്പോഴാണ്. കാരണം എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്തിനാവണം എന്നാണ് ഗാന്ധിജി പറയുന്നത്? എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ക്യാരക്ടർ ഫോർമേഷന്, ഒരാൾ ക്യാരക്ടർ നല്ലൊരു വ്യക്തിയായിട്ട് മാറ്റിയെടുക്കുന്നതാവണം എഡ്യൂക്കേഷൻ എന്നാണ് പറയുന്നത്. ലേണിംഗ് ബൈ ഏണിംഗ്. അക്കോർഡിംഗ് ടു ഗാന്ധിജി, സ്റ്റുഡൻറ്റ് ഷുഡ് ഏൺ ആൻഡ് സെഡ് ബൈ സെഡ് ഏൺ by doing some work in the school. Craft should become source and center of learning. ക്രാഫ്റ്റ് ആവണം, ക്രാഫ്റ്റ് സെൻറ്റേർഡ് ലേണിംഗ്. കാരണം എന്താ? ഏണിംഗ് ബൈ ഡൂയിങ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതേ ക്രാഫ്റ്റ് സെൻറ്റേർഡ് ആയിട്ടുള്ള ഇത് കൊടുക്കുന്നത്. ആ ക്രാഫ്റ്റ് കുട്ടികൾ ഉണ്ടാക്കുന്നത് എന്ത് ചെയ്യണം? അതുപോലെ ഫാമിങ് നടത്തുന്ന കാര്യങ്ങൾ, അവർ വെജിറ്റബിൾ അങ്ങനെ കൃഷി ചെയ്യുന്നുണ്ട്, ഫാമിങ്. ആ ഫാമിങ് ചെയ്ത കാര്യങ്ങൾ അവർക്ക് സ്കൂളിൽ എന്ത് ചെയ്യണം? ഒരു കുട്ടി ഉണ്ടാക്കി ഫാമിങ് എന്ത് ചെയ്യണം? ആ കുട്ടിക്ക് ഫാമിൽ കിട്ടുന്ന കൾട്ടിവേഷൻ, അവർ ചെയ്ത കൾട്ടിവേഷൻ്റെ പ്രൊഡക്റ്റ് എന്ത് ചെയ്യണം? അവർക്ക് സെല്ല് ചെയ്യാൻ പറ്റണം. അങ്ങനെ അവർക്ക് ഏണിംഗ് ഉണ്ടാക്കാൻ പറ്റണം എന്നാണ് പറയുന്നത്. ഗാന്ധിജി സജസ്റ്റ് ക്രാഫ്റ്റ്സ് ലൈക്ക് വീവിങ് ആൻഡ് സ്പിന്നിങ്. അതുപോലെ ഗാന്ധിജി പറഞ്ഞ ക്രാഫ്റ്റ് സെൻറ്റേർഡ് എന്തൊക്കെ? സ്പിന്നിങ്ങും വീവിങ്ങും ഒക്കെയെന്ന്. അതുമാതിരി സഫിഷ്യൻറ്റ് എഡ്യൂക്കേഷൻ ആയിരുന്നു. എഡ്യൂക്കേഷൻ ഷുഡ് ഇമ്പാർട്ടഡ് സച്ച് എ വേ ത്രൂ ക്രാഫ്റ്റ് ദാറ്റ് ദയർ പ്രൊഡക്ട്സ് manufactured articles by students should be meet some expenditure in running the school. ഓക്കെ. പിന്നെന്താ? ഡിഗ്നിറ്റി ഓഫ് ലാബർ. അതുകൊണ്ട് തന്നെ ഡിഗ്നിറ്റി ഓഫ് ലാബർ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് കുട്ടികൾ അതിൽ ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ലവ് ഫോർ വർക്ക്, ഓൾ വർക്ക്, എല്ലാ വർക്കിനും അതിൻ്റേതായിട്ടുള്ള ലവ് ഉണ്ട്. വിത്ത് ഹാൻഡ്സ് ഷുഡ് ബി ഡെവലപ്ഡ് ഇൻ ദ സ്റ്റുഡൻസ്. മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ, മദർ ടങ് ഷുഡ് ബി ദ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ. ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് മദർ ടങ് ആവണം. ദ ഫോറിൻ മീഡിയം ഹാസ് മെയ്ഡ് അവർ ചിൽഡ്രൻ പാർഷ്യലി ഫോറിനേഴ്സ് ഇൻ അവർ ഓൺ ലാൻഡ്. അദ്ദേഹം പറഞ്ഞത് എന്താ വെച്ചാൽ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ മദർ ടങ് ആവണമെന്ന് പറയാൻ കാരണം ഫോറിൻ ഇൻസ്ട്രക്ഷൻ എന്ത് ചെയ്യും? കുട്ടികളെ ഫോറിനേഴ്സായിട്ട് മാറ്റും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ ഡിസിപ്ലിൻ. ദ ഹയസ്റ്റ് ഫോം ഓഫ് ഫ്രീഡം കംസ് ത്രൂ ഹ്യൂമിലിറ്റി ആൻഡ് സെൽഫ് കൺട്രോൾ. സെൽഫ് ഫ്രീഡത്തിനായിരുന്നു ഇമ്പോർട്ടൻ്റ് കൊടുത്തത്. ഫോഴ്സ്ഫുള്ളി ആയിട്ടുള്ള ഫ്രീഡം ആയിരുന്നില്ല ഗാന്ധിജി ഇമ്പോർട്ടൻ്റ് കൊടുത്തിരുന്നത്. ഡിസിപ്ലിൻ, ഫ്രീഡം അല്ല, ഡിസിപ്ലിന് ഇമ്പോർട്ടൻ്റ് കൊടുത്തു. ഫ്രീഡം എന്ന് പറഞ്ഞാൽ ചൈൽഡ് സെൻറ്റേർഡ് ആയിട്ടുണ്ടായിരുന്നു. ഫ്രീ സ്റ്റുഡൻസിന് ഫ്രീഡം കൊടുത്തിരുന്നു, പക്ഷേ അണ്ടർ കൺട്രോളിലായിരുന്നു ആ ഫ്രീഡം എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു ഗാന്ധി, ഡിസിപ്ലിൻ ഷുഡ് നോട്ട് ബി ഇമ്പോസ്ഡ് ഫ്രം ഔട്ട്സൈഡ്. ഔട്ട്സൈഡിൽ നിന്ന് വേണ്ടതല്ല ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഇൻ ഹിസ് വ്യൂ
ഡിസിപ്ലിൻ ഗ്രോസ് ഇൻ ഹ്യൂമൻ മൈൻഡ് ഔട്ട് ഓഫ് സെൽഫ് കൺട്രോൾ. ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഓരോ വ്യക്തിയുടെയും മൈൻഡിൽ സെൽഫ് കൺട്രോളിൻ്റെ രൂപമായിട്ട് രൂപപ്പെടേണ്ടതാണെന്നാണ് ആര് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്? ഗാന്ധിജി വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ വുമൺ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്തിരുന്നു. ഫോർ ദ പ്രോഗ്രസ് ഓഫ് ദ നേഷൻ വുമൺ എഡ്യൂക്കേഷൻ ഈസ് എസെൻഷ്യൽ. ഗാന്ധിജി വിശ്വസിച്ചിരുന്നത് എന്താണ്? ഒരു രാഷ്ട്രത്തിൻ്റെ പ്രോഗ്രസ്സിന് വേണ്ടിയിട്ട് വുമൺ എഡ്യൂക്കേഷൻ എന്താണ്? എസെൻഷ്യൽ ആണെന്നാണ്. എഡ്യൂക്കേഷണൽ സ്കോപ്പ്. സോ ദ ഗേൾസ് ഷുഡ് ബി ഗിവൺ ഇനഫ് എഡ്യൂക്കേഷണൽ സ്കോപ്പ്. അതുകൊണ്ട് തന്നെ ഗേൾസ് എഡ്യൂക്കേഷൻ അത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ അഡ്വക്കേറ്റഡ് എക്സ്പെരിമെൻ്റൽ കോ എഡ്യൂക്കേഷൻ സിസ്റ്റം. അത് എന്തായിരുന്നു? കോ എഡ്യൂക്കേഷൻ, ഗേൾസ് ബോയ്സ് ഒന്നിച്ചുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം ആയിരുന്നു അഡ്വക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സെഡ് ബൈ സെഡ് ഹോം സയൻസ് വിൽ ബി ഇൻട്രൊഡ്യൂസ്ഡ്. അതുപോലെ ഗേൾസിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ കോഴ്സ് ഹോം സയൻസ് എന്ന് പറയുന്ന ഒരു കോഴ്സ് അവർക്ക് വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എ ടീച്ചർ ഹാസ് ആൻ ഇമ്മൻസ് ഇൻഫ്ലുവൻസ് ഓൺ ഹിസ് ലേണേഴ്സ്. ഇൻ എഡ്യൂക്കേഷൻ എ ലേണേഴ്സ് സക്സസ് ഡിപ്പെൻഡ്സ് ഓൺ ഹിസ് ടീച്ചർ. സോ ദ ടീച്ചർ ഷുഡ് ബി പ്രസൻറ്റ് ഹിംസെൽഫ് ബിഫോർ ഹിസ് ലേണേഴ്സ് ആസ് ആൻ എക്സാമ്പിൾ. അദ്ദേഹം പറഞ്ഞു ടീച്ചർ എന്ന് പറഞ്ഞ ഒരു ഗ്രേറ്റ് മോഡലാണ് സ്റ്റുഡൻസിന് എന്ന് പറഞ്ഞാൽ ഓൾ ആസ്പെക്റ്റിൽ. ഇപ്പോൾ സൈക്കോമോട്ടർ ഡൊമൈനിലായിക്കോട്ടെ, അഫക്റ്റീവ് ഡൊമൈനിലായിക്കോട്ടെ, കോഗ്നിറ്റീവ് ഡൊമൈനിലൊക്കെ എല്ലാ ഡൊമൈനിലും ഒരു ബൈ ക്യാരക്ടർ എ ടീച്ചർ ഷുഡ് ബി എ റോൾ മോഡൽ ഫോർ ദ സ്റ്റുഡൻസ് എന്നാണ് ഗാന്ധിജി പറഞ്ഞത്. പിന്നെ ഗാന്ധിജിയുടെ കരിക്കുലത്തിൽ അദ്ദേഹം പറയുന്നത് പ്രൊപ്പൗണ്ടഡ് ബൈ ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ലേണിംഗ് ആയിരുന്നു. വീവിങ്, അഗ്രികൾച്ചർ വർക്ക്സ്, പേപ്പർ ഡിസൈനിങ്, മെറ്റൽ വർക്ക്സ്, ഇതൊക്കെയായിരുന്നു അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് സിലബസ് ആയിട്ട്. അതുപോലെ ഹാൻഡിക്രാഫ്റ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ഹീസ് എഡ്യൂക്കേഷൻ സിസ്റ്റം. ഹാൻഡ് ക്രാഫ്റ്റിന് ഇമ്പോർട്ടൻറ്റ് പ്ലേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇറ്റ് വിൽ സേവ് ആസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ റൂറൽ ആൻഡ് അർബൻ ലൈഫ് ആൻഡ് ഇൻട്രസ്റ്റ് വിൽ ഗ്രോ ഇൻ ദ ലേണേഴ്സ്. അതുപോലെ ആ ഒരു ഹാൻഡിക്രാഫ്റ്റ് എന്ന് പറയുന്നത് കുട്ടികളെ അർബൻ റൂറൽ ആയിട്ടുള്ള ഒരു ഗ്യാപ്പിന് ബ്രിഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ സബ്ജക്റ്റുകൾ തോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ലാംഗ്വേജ്, ഹിസ്റ്ററി, ജോഗ്രഫി, മാത്സ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, സോഷ്യൽ സയൻസ്, സിവിക്സ്, ഇതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ലൈറ്റ് ഓഫ് ദ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ദ ലേണേഴ്സ് ആൻഡ് ഹി വിൽ ബി ഇമ്പാർട്ടഡ് എഡ്യൂക്കേഷൻ ഇൻ കണക്ഷൻ വിത്ത് ഹിസ് ലൈഫ്. പക്ഷേ എന്തൊരു എഡ്യൂക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ അത് എന്തുമായിട്ട് കോറിലേറ്റഡ് ആയിരുന്നു? ലൈഫുമായിട്ട് കോറിലേറ്റഡ് ആയിട്ടുണ്ടായിരുന്നു. അതുപോലെ സ്പിരിച്വൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഗാന്ധിജി സ്ട്രെസ് പ്രാക്ടീസ് ഓഫ് മ്യൂസിക്, ഡാൻസ്, ആർട്ട്, കൾച്ചർ, കോ കരിക്കുലർ ആക്ടിവിറ്റീസാളും അദ്ദേഹം പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. മോറൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? റെസ്പെക്റ്റഡ് ലീഡേഴ്സിൻ്റെയൊക്കെ സ്റ്റോറീസ് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഹോണസ്റ്റി, സിംപ്ലിസിറ്റി, മെഡിറ്റേഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ അങ്ങനെയുള്ള മോറൽ സ്റ്റോറീസുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഫിസിക്കൽ ഹെൽത്തിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഫിസിക്കൽ എക്സസൈസ്, ഈ വിൽ ലേൺ ലെസൺ ഓഫ് സെൽഫ് ഡിഫെൻസ്. ഫിസിക്കൽ എക്സസൈസിൽ അദ്ദേഹം കൊടുത്ത് സെൽഫ് ഡിഫെൻസ് ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഗാന്ധിജി ലേണിംഗ് ഹോം സയൻസ് ഗേൾസിനുണ്ടായിരുന്നു. ടീച്ചിങ് എന്ന് പറയുന്നത് കമ്പൽസറി, യൂണിവേഴ്സൽ, ഫ്രീ. അദ്ദേഹത്തിന് സ്കൂൾ എഡ്യൂക്കേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ എഡ്യൂക്കേഷൻ ആയിരുന്നു, ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ആയിരുന്നു. 7 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് മദർ ടങ് ആയിരുന്നു മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് ലേണിംഗ് വിൽ ബി ടോട്ടലി റിജക്റ്റഡ്. ഇംഗ്ലീഷ് ലേണിംഗ് എന്ത് ചെയ്തിട്ടുണ്ട്? റിജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഹിന്ദി ഷുഡ് ബി ലേൺഡ് ആസ് ആൻ നാഷണൽ ലാംഗ്വേജ്. ഹിന്ദി പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു നാഷണൽ ലാംഗ്വേജ് ആയിട്ട്. ലേണിംഗ് വിൽ ബി അറേഞ്ച്ഡ് സെൻറ്ററിങ് ഓൺ ദ ഹാൻഡിക്രാഫ്റ്റ് സെൻറ്റേഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ബേസിക് എഡ്യൂക്കേഷൻ ഈസ് ടോട്ടലി ആക്ടിവിറ്റി ഓറിയൻറ്റഡ്. ബേസിക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നെയ്ത്തലിം എന്ന് പറഞ്ഞ കൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് എഫേർട്ട് പ്രാക്ടീസിലൂടെ, ഇൻഡിവിജ്വൽ എഫേർട്ടിലൂടെയും ഗ്രൂപ്പ് എഫേർട്ടിലൂടെയൊക്കെ ആയിരുന്നു ഈ ഒരു ആക്ടിവിറ്റി സെൻറ്റേഡ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ലേണിംഗ് വിത്ത് ഏണിംഗ് ആയിരുന്നു ബേസിക് എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഈ ബേസിക് എഡ്യൂക്കേഷൻ്റെ പ്രപ്പോസൽ എന്ന് പറയുന്നത് ഫ്രീ യൂണിവേഴ്സൽ എഡ്യൂക്കേഷനാണ്, മദർ ടങ് ആണ്, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതുപോലെ ഓരോ കുട്ടിയുടെയും നീഡും കപ്പാസിറ്റിയും ലൊക്കാലിറ്റിയും അറിഞ്ഞിട്ട് വേണം കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ, അതിനനുസരിച്ച് എഡ്യൂക്കേഷൻ വേണം കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ. അതുപോലെ ക്രാഫ്റ്റ് ഓറിയൻറ്റഡ്, അതിനനുസരിച്ചുള്ള ക്രാഫ്റ്റ് ഐറ്റംസാണ് കുട്ടികളെ പഠിപ്പിക്കാൻ. അതുപോലെ സ്പിന്നിങ്ങും വീവിങ്ങും കാർഡ്ബോർഡ് ആൻഡ് വുഡ് വർക്ക്, ലെതർ വർക്ക്, കിച്ചണ്, ഗാർഡനിങ്, അഗ്രികൾച്ചർ, ഫിഷറീസ്, ഇതൊക്കെയായിരുന്നു അദ്ദേഹം ബേസിക് ക്രാഫ്റ്റ് എഡ്യൂക്കേഷനിൽ അദ്ദേഹം ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ക്രാഫ്റ്റ് ഓറിയൻറ്റഡ് എഡ്യൂക്കേഷൻ ഹാവ് ആൻ എക്കണോമിക് വ്യൂ ആൾസോ ബിക്കോസ് ദ സെറ്റിൽഡ് ക്രാഫ്റ്റ് ഷുഡ് ബി ടോട്ട് ആൻഡ് പ്രാക്ടീസ്ഡ് സോ ദാറ്റ് ചിൽഡ്രൻ ആർ ഏബിൾ ടു പ്രൊഡ്യൂസ് ആർട്ടിക്കിൾസ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഇൻ ദ സ്കൂൾ ഓർ മേ ബി സോൾഡ് ടു മിറ്റിഗേറ്റ് ദ എക്സ്പെൻഡിച്ചർ ഓഫ് ദ സ്കൂൾ പാർഷ്യലി. ചില ക്രാഫ്റ്റ് ഐറ്റംസ് അവർ വിറ്റിട്ട് അത് അവരുടെ ഇതിനുള്ള എക്സ്പെൻഡിച്ചർ കണ്ടെത്താൻ അവർക്ക് പറ്റുമെന്നാണ് പറഞ്ഞത്. അതുപോലെ സോഷ്യൽ സയൻസ്, സയൻറ്റിഫിക് ആയിട്ടുള്ള ഇംപ്ലിക്കേഷൻസാണ് ക്രാഫ്റ്റ്
മസ്റ്റ് ബി ടോട്ട്. ആ ഒരു സയൻറ്റിഫിക് രീതിയിലായിരുന്നു ക്രാഫ്റ്റുകൾ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ആൾ ദി സബ്ജക്ട് ടു ബി ടോട്ട് വേർ ടു ബി ഇൻറ്റഗ്രലി അസോസിയേറ്റ് വിത്ത് സെലക്റ്റഡ് ക്രാഫ്റ്റ്. എല്ലാ സബ്ജക്റ്റുകളും ഈ ക്രാഫ്റ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടായിരുന്നു പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ബേസിക് എഡ്യൂക്കേഷൻ്റെ കരിക്കുലം എന്ന് പറയുന്നത് വാർധ എഡ്യൂക്കേഷൻ കോൺഫറൻസ് 1937 നടന്നിട്ടുണ്ടായിരുന്നത്. അതിലാണ് ഈ ബേസിക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തത് നെയ് താലീം എന്ന് പറയുന്ന പേരിൽ. അപ്പോൾ 1937 വാർധ സ്കീം നടക്കുന്നത്. അതിൽ പറയുന്നത് ബേസിക് ക്രാഫ്റ്റുകൾ ഉണ്ടായിരുന്നു, സ്പിന്നിങ് ആൻഡ് വീവിങ് ഉണ്ടായിരുന്നു കരിക്കുലത്തിൽ, കാർപ്പൻറ്ററി ഉണ്ടായിരുന്നു, അഗ്രികൾച്ചർ ഉണ്ടായിരുന്നു, ഫ്രൂട്ട് ആൻഡ് ഫ്ലവർ കൾട്ടിവേഷൻ ഉണ്ടായിരുന്നു, ലെതർ വർക്ക് ഉണ്ടായിരുന്നു, ഫിഷ് കൾച്ചറിങ് ഉണ്ടായിരുന്നു, പോൾട്രി ഫാമിംഗ് ഉണ്ടായിരുന്നു, ഹാൻഡ്ലൂം ഉണ്ടായിരുന്നു. എനി ക്രാഫ്റ്റ് അക്കോർഡിംഗ് ലോക്കൽ നീഡ്. അതുപോലെ ഏതെങ്കിലും ഒരു ക്രാഫ്റ്റ് ലോക്കൽ നീഡിനനുസരിച്ച് ഏതെങ്കിലും ഒരു ക്രാഫ്റ്റ് പഠിപ്പിക്കണം. മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ മദർ ടങ് ആണ്. മാത്സ് ഉണ്ടായിരുന്നു, ജോഗ്രഫി, ഹിസ്റ്ററി, സിവിക്സ്, സോഷ്യൽ സയൻസ്, ഇത്രയും. പിന്നെ അതുപോലെ പെയിൻറ്റിങ് ആൻഡ് മ്യൂസിക് ഉണ്ടായിരുന്നു, ഡ്രിൽ ആൻഡ് സ്പോർട്സ് ഉണ്ടായിരുന്നു, ജനറൽ സയൻസ് ഉണ്ടായിരുന്നു, ഹോം സയൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹം ബേസിക് എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദെൻ മെറിറ്റ് ഓഫ് ബേസിക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്താ പറയുന്നത്, ഈ ബേസിക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു റാപ്പിഡ് എക്സ്പാൻഷൻ ഓഫ് എലമെൻ്ററി എഡ്യൂക്കേഷൻ, ഒരു എക്സ്പാൻഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ എലമെൻ്ററി എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ LP ക്ലാസ്സുകൾ, അതൊരു മാസീവ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സലൈസേഷൻ ഓഫ് എലമെൻ്ററി എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തിന് അതിനെന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ബൂസ്റ്റ് അപ്പ് ഉണ്ടാക്കാൻ, റാപ്പിഡ് എക്സ്പാൻഷൻ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ബേസിക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ്. അതുപോലെ ബേസിക് എഡ്യൂക്കേഷൻ ഹെൽപ്പ് ദ ഡെവലപ്മെൻറ്റ് സ്റ്റാറ്റസ് ഓഫ് അവർ കൺട്രി ബിക്കോസ് ഇറ്റ് ഹാസ് എ സർപ്രൈസിങ് ഫിനാൻഷ്യൽ ആസ്പെക്റ്റ്. അതുപോലെ അതിനെന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളൊരു രാജ്യത്തിൻ്റെ സ്റ്റാറ്റസ് ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ബേസിക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അതുപോലെ ബേസിക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയതുകൊണ്ട് തന്നെ, ലേണിംഗ് ബൈ ഡൂയിങ് എന്ന പ്രിൻസിപ്പിൾ നിന്നുകൊണ്ട് തന്നെ ആയതുകൊണ്ട്, വിച്ച് ഹെൽപ്പ് ഇൻഡിവിജ്വൽ ടു അക്വയർ പ്രാക്ടിക്കൽ നോളജ്. ഓരോ കുട്ടികൾക്കും പ്രാക്ടിക്കൽ നോളജ് അക്വയർ ചെയ്യാനുള്ള ഒരു എബിലിറ്റി അല്ലെങ്കിൽ ഒരു അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ അത് അവരുടെ ലൈവ്ലിഹുഡിന് അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ബേസിക് എഡ്യൂക്കേഷൻ ചൈൽഡ് സെൻറ്റേർഡ് എഡ്യൂക്കേഷൻ ആയിരുന്നു. അതുകൊണ്ട് ഇറ്റ് കൺസിഡേർഡ് ദ ക്രിയേറ്റീവ് ആൻഡ് കൺസ്ട്രക്റ്റീവ് സെൻസ് ഓഫ് ചിൽഡ്രൻ ആസ് വെൽ ആസ് ഡിഗ്നിറ്റി ഓഫ് ലാബ്. അതുകൊണ്ട് ഓരോ കുട്ടിയിലും ക്രിയേറ്റിവിറ്റി ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ബേസിക് എഡ്യൂക്കേഷൻ. അതുപോലെ കൺസ്ട്രക്റ്റീവിസം എന്ന് പറഞ്ഞാൽ നോളജ് കൺസ്ട്രക്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു ആശയം കുട്ടികൾക്ക് ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഓരോ ജോലിക്കും ക്രാഫ്റ്റ് സെൻറ്റേർഡ് ആയതുകൊണ്ട് തന്നെ ഡിഗ്നിറ്റി ഓഫ് ലാബർ എന്ന് പറയുന്ന കൺസെപ്റ്റ് കുട്ടികൾക്ക് ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബേസിക് എഡ്യൂക്കേഷൻ ഈസ് ബേസ്ഡ് അപ്പോൺ ദ കൾച്ചറൽ ആൻഡ് സോഷ്യൽ ഹെറിറ്റേജ് ഓഫ് അവർ കൺട്രി. അത് എന്തിനെ അടിസ്ഥാനമായിട്ടാണ്, ഇന്ത്യൻ കൾച്ചറിനെയും ഇന്ത്യൻ സൊസൈറ്റി ഗ്രൂപ്പിനെ അധിഷ്ഠിതമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. ദിസ് എഡ്യൂക്കേഷൻ അപ്രോച്ച് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾസ് ഓഫ് കോറിലേഷൻ. അതുപോലെ ബേസിക് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ കോറിലേഷൻ പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ക്രാഫ്റ്റ് ചൂസൺ ബൈ ഇൻഡിവിജ്വൽ ആൻഡ് കോറിലേറ്റ് എൻ്റർ എഡ്യൂക്കേഷൻ വിത്ത് എ പ്രാക്ടിക്കൽ. എന്നുവെച്ചാൽ പ്രാക്ടിക്കൽ ആസ്പെക്റ്റിൽ ആ ഒരു ഏരിയയിൽ നീഡ് ഓഫ് ദ സൊസൈറ്റിയുടെ നീഡും ലേണേഴ്സിൻ്റെ നീഡും ബേസ് ചെയ്തിട്ടാണ് ക്രാഫ്റ്റ് എഡ്യൂക്കേഷനും കൊടുത്തിട്ടുണ്ടായിരുന്നത്. നോളജ് അബൌട്ട് ദ ക്രാഫ്റ്റ് കോറിലേഷൻ ആൾസോ ടേക്ക് പ്ലേസ് ബിറ്റ്വീൻ ഫിസിക്കൽ എൻവയോൺമെൻറ്റ്, സോഷ്യൽ എൻവയോൺമെൻറ്റ് ആൻഡ് ക്രാഫ്റ്റ് വർക്ക്. ഇത് മൂന്നും തമ്മിൽ ഒരു കോറിലേഷനിലുള്ള വിദ്യാഭ്യാസമായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. വൺ ഓഫ് മേജർ ഒബ്ജക്റ്റീവ് ഓഫ് ബേസിക് എഡ്യൂക്കേഷൻ ഈസ് ഹാർമോണിയസ് ഡെവലപ്മെൻറ്റ് ഓഫ് ദ ബോഡി, മൈൻഡ് ആൻഡ് സ്പിരിറ്റ്. നമ്മുടെ 3 ഡൊമൈൻ, അഫക്റ്റീവ് ഡൊമൈൻ, സൈക്കോമോട്ടർ ഡൊമൈൻ, കോഗ്നിറ്റീവ് ഡൊമൈൻ, ഈ 3 ഡൊമൈൻ്റെ ഒരു ഹാർമോണിയസ് ഡെവലപ്മെൻറ്റിനായിരുന്നു ബേസിക് എഡ്യൂക്കേഷൻ എയിം ചെയ്തിട്ടുണ്ടായിരുന്നത്. ദിസ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഇൻകൽക്കുലേറ്റ് സോഷ്യൽ, മോറൽ ആസ് വെൽ ആസ് ഡെമോക്രാറ്റിക് വാല്യൂസ് ലൈക്ക്. അപ്പോൾ ഇതിലെന്തിൽ ഇൻകൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡെമോക്രാറ്റിക് വാല്യൂസ് ആയിട്ടുള്ള കോപ്പറേഷൻ, റെസ്പോൺസിബിലിറ്റി, ഫെല്ലോ ഫീലിംഗ്, അതുപോലെ അതിന് പുറമെ ഡെമോക്രാറ്റിക് വാല്യൂസ്, സിറ്റിസൺഷിപ്പ്, അങ്ങനെയുള്ള വാല്യൂസിനും അവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഗാന്ധിജി ഒരു ഐഡിയലിസ്റ്റിക് ആസ്പെക്റ്റുള്ള ആളായിരുന്നു ഗാന്ധിജി എന്ന് പറയുന്നത്. ഗാന്ധിജിയുടെ ഐഡിയലിസം എന്ന് പറയുന്നത് ട്രൂത്തിനെ എംഫസൈസ് ചെയ്തിരുന്നു, സ്പിരിച്വാലിറ്റിക്ക് പ്രാധാന്യം കൊടുത്തിരുന്നു, ക്യാരക്ടർ ഫോർമേഷൻ ആയിരുന്നു ഇമ്പോർട്ടൻ്റ് കൊടുത്തിരുന്നു, സാധാരണ ഒരു ഐഡിയലിസ്റ്റിൻ്റെ എഡ്യൂക്കേഷനിൽ എയിമുള്ള പോലെ. എന്നാൽ ഗാന്ധിജി ഒരു നാച്ചുറലിസ്റ്റുമായിരുന്നു. ഗാന്ധിജി എന്ന് വെച്ചാൽ മദർ ടങ്, മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ മദർ ടങ് ആക്കണമെന്ന് ഫസ്റ്റ് അഡ്വക്കേറ്റ് ചെയ്തത് നാച്ചുറലിസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുപോലെ ചൈൽഡ് സെൻറ്റേർഡ് എഡ്യൂക്കേഷൻ അഡ്വക്കേറ്റ് ചെയ്തത് നാച്ചുറലിസ്റ്റാണ്. അതുപോലെ ക്രാഫ്റ്റ് സെൻറ്റേർഡ് എഡ്യൂക്കേഷൻ, ആക്ടിവിറ്റി ഓറിയൻറ്റഡ് എഡ്യൂക്കേഷൻ. അപ്പോൾ ഇതിന് ഗാന്ധിജി എന്താണെന്ന് പറയാൻ നമുക്ക് പറയാൻ പറ്റും, ഒരു നാച്ചുറലിസ്റ്റിക് ആയിട്ടുള്ള ആളാണെന്ന് പറയാൻ പറ്റും. അതുപോലെ ഗാന്ധിജി ഒരു പ്രാഗ്മാറ്റിസ്റ്റ് ആയിട്ടുള്ള ആളാണെന്ന് പറയാം. എക്സ്പീരിയൻഷ്യൽ ബേസ്ഡ് എഡ്യൂക്കേഷൻ, എക്സ്പീരിയൻഷ്യൽ അപ്രോച്ച്ഡ് എഡ്യൂക്കേഷൻ അദ്ദേഹത്തിന് എംഫസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഗാന്ധിജി എന്ന് പറയുന്നത് എന്താണെന്ന് പറയാൻ പറ്റും, ഒരു നാച്ചുറലിസ്റ്റാണ് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ ഒരു പ്രാഗ്മാറ്റിസ്റ്റാണ് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ നമുക്കൊരു ഐഡിയലിസ്റ്റാണെന്ന് പറയാൻ പറ്റും. ഇതൊരു പ്രാവശ്യം ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഇന്ത്യൻ എഡ്യൂക്കേറ്റേഴ്സ് in educational aim in is an
ഐഡിയലിസ്റ്റ്, നാച്ചുറലിസ്റ്റ് ആൻഡ് പ്രാഗ്മാറ്റിസ്റ്റ് ആരാണെന്നുള്ളത് അതിൻ്റെ ഓപ്ഷൻസ് തന്നിട്ട് അരബിന്ദോ, ഗാന്ധിജി, ടാഗോർ എന്നൊക്കെ പറഞ്ഞു. അതിൽ ആരാണ്? ഗാന്ധിജിയാണ് കേട്ടോ. ഈ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്ങിൽ പറയുന്നത് ക്രാഫ്റ്റ് സെൻറ്റേഡ് ആവണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആക്ടിവിറ്റി മെത്തേഡ് ലേണിംഗ് ബൈ സെൽഫ് എക്സ്പീരിയൻസിനായിരുന്നു ഇമ്പോർട്ടൻറ്റ് കൊടുത്തിരുന്നത്. കോറിലേഷൻ മെത്തേഡായിരുന്നു. ലെക്ചർ ആൻഡ് ക്വസ്റ്റ്യനിങ് മെത്തേഡായിരുന്നു കൂടുതലായിട്ടുണ്ടായിരുന്നത്. മദർ ടങ് ആയിരുന്നു. പിന്നെ ഡിസിപ്ലിൻ നമ്മൾ പറഞ്ഞു. പിന്നെ ഇവിടെ കുറച്ച് MCQs ആണ്. അത് നിങ്ങൾ ഇതിൽ റീഡ് ചെയ്തിട്ട് വായിച്ചാൽ മതി കേട്ടോ. വായിച്ച് നോക്കിയിട്ട് നിങ്ങളിതിന് ആൻസർ എഴുതുക. ഓക്കെ, താങ്ക് യു.